ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ പോകുന്നു. 1991 ആവർത്തിക്കാൻ പോകുന്നു. രാജ്യം വലിയൊരു ചതിക്കുഴിയിലാണ്. കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് ഭയം തോന്നും അല്ലേ? അതും പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ്. സ്വർണം വാങ്ങരുത്, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ടും പേടിപ്പിച്ചും ഐസക്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഐസക്കിൻ്റെ പഴയ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് ചിരിക്കണോ കരയണോ അതോ തലതല്ലണോ എന്നൊക്കെ അറിയാത്ത ഒരവസ്ഥയാകും. പണമില്ലെങ്കിൽ നോട്ട് അടിച്ചിറക്കിയാൽ മതി എന്ന് പണ്ട് തട്ടിവിട്ട അതേ ഐസക്ക് തന്നെയാണ് ഇന്ന് മോദിയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാനായി വരുന്നത്. മോദിയുടെ തന്ത്രം കേവലം ഭയമല്ല, അതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. എന്താണ് മോദി കണ്ട ആ ചതിക്കുഴി? എന്താണ് ഐസക്കിൻ്റെ വാദങ്ങളിലെ പൊള്ളത്തരം? കാണാം ഈ വീഡിയോയിൽ. അല്ല, കേരളത്തെ കടക്കണിയിൽ മുക്കി ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാക്കിയ തോമസ് ഐസക്കാണോ മോദിയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കാതെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാനാകില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മോദിയുടെ വാക്കുകൾ ഭയമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം പോലെയുള്ള ആഗോള പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. എന്താണ് മോദി കണ്ട ആ ചതിക്കുഴി? എന്തുകൊണ്ട് ഐസക്കിൻ്റെ ഉപദേശം കേട്ടാൽ രാജ്യം കേരളം പോലെ ആകുമെന്നൊക്കെ നമ്മൾക്ക് പറയേണ്ടി വരുന്നത്? വസ്തുതകൾ നിരത്തി തന്നെ ഒരു കംപ്ലീറ്റ് വിശകലനം നമുക്ക് ആരംഭിക്കാം. മോദിയുടെ സാമ്പത്തിക നീക്കങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് നമുക്ക് തോമസ് ഐസക് എന്ന ധനമന്ത്രിയുടെ ട്രാക്ക് റെക്കോർഡ് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ അതിനുള്ള യോഗ്യത ആ വ്യക്തിക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. ഒന്നാമതെടുത്ത് പറയുന്നത് കിഫ്ബി എന്ന മരീചികയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ ധനമന്ത്രി ആയിരുന്ന കാലത്ത് ബജറ്റിന് പുറത്ത് പണം കണ്ടെത്താൻ ഐസക് കൊണ്ടുവന്ന സംവിധാനമാണ് കിഫ്ബി. ഇന്ന് കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാരണം ഈ കിഫ്ബിയാണ്. തിരിച്ചടയ്ക്കാൻ കൃത്യമായ വരുമാനമില്ലാതെ കോടികൾ കടമെടുത്തു. അതിൻ്റെ പലിശ അടയ്ക്കാൻ പോലും ഇന്ന് കേരളം ബുദ്ധിമുട്ടുകയാണ്. കടമെടുക്കുന്നതേ ഇവിടെ ശമ്പളം കൊടുക്കാനും ഈ കടം തിരിച്ചടയ്ക്കാനും ഒക്കെ വേണ്ടിയാണ്. അവസ്ഥ നോക്കണം. അടുത്തത് നോട്ടച്ചടിക്കൽ സിദ്ധാന്തം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും വലിയ വിഡിതമായി വരുന്ന ഒന്നാണ് പ്രതിസന്ധി വരുമ്പോൾ നോട്ട് അച്ചടിക്കുക എന്ന് പറയുന്നത്. പണ്ട് ചാനൽ ചർച്ചകളിൽ ഐസക് ഇത് ഗൗരവത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയി ചിന്തിക്കണം. കൊച്ചു കുട്ടികൾക്ക് പോലും എന്താണ് പണപ്പെരുപ്പം എന്നറിയാം. ഇങ്ങനെ നോട്ട് അച്ചടിച്ച വെനസ്വേലയും സിംബാബ്വേയും ഒക്കെ ഇന്ന് എവിടെ എത്തി? അപ്പോൾ പണപ്പെരുപ്പം ആകാശത്തോളം ഉയർത്താൻ മാത്രമേ ഇത്തരം നീക്കങ്ങൾ സഹായിക്കൂ. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് മോദിയുടെ കരുതലോടെയുള്ള നീക്കങ്ങളെയൊക്കെ വിമർശിക്കുന്നത്. മൂന്നാമത് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയാണ്. ഐസക് വിട്ടുപോയ ഖജനാവിൻ്റെ അവസ്ഥയൊന്ന് നോക്കണം. ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയാവുന്ന അവസ്ഥ നമ്മൾ കണ്ടു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം സഹകരണ ബാങ്കിനെ ആശ്രയിക്കേണ്ടി വന്നു. അതുപോലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു. സ്വന്തം വീട് ഭരിക്കാൻ അറിയാത്തവർ അയൽവാസിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെയാണ് ഐസക്കിൻ്റെ ഈ ഒരു പ്രതികരണം. ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ നോക്കണം, എന്നിട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ആ സ്വർണം വാങ്ങുന്നതിനെ എല്ലാം വിമർശിച്ച ആ ഒരു നീക്കത്തിനെതിരെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു ബുദ്ധിയുള്ള ഭരണാധികാരിയുടെ നീക്കം തന്നെയാണ്. അതായത് വ്യാപാര കമ്മി. ഇന്ത്യ ഏറ്റവും കൂടുതൽ വിദേശ നാണയം ചിലവാക്കുന്നത് ക്രൂഡ് ഓയിൽ വാങ്ങാനും സ്വർണം വാങ്ങാനുമാണ്. എണ്ണ നമുക്ക് ഒഴിവാക്കാൻ കഴിയേയില്ല, കാരണം അത് രാജ്യത്തിൻ്റെ ഇന്ധനമാണ്. എന്നാൽ സ്വർണം ഒരു ആഡംബരമാണ്. യുദ്ധ സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി കൂടിയാൽ രാജ്യത്തിൻ്റെ ഡോളർ ശേഖരം വേഗത്തിൽ കുറയും. സ്വർണത്തിൻ്റെ ഒഴുക്ക് തടയുക, അതായത് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ രൂപ വിദേശത്തേക്ക് പോവുകയല്ല, മറിച്ച് നമ്മുടെ പക്കലുള്ള ഡോളർ വിദേശത്തേക്ക് പോവുകയാണ്. വിദേശ നാണയ ശേഖരം ശക്തമായി നിലനിർത്തേണ്ടത് ഇത്തരം യുദ്ധകാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഐസക് പറയുന്നത് പോലെ പേടിച്ചിട്ടല്ല, മറിച്ച് കരുതിയിരിക്കാനാണ്. അതൊരു ദീർഘവീക്ഷണമാണ്. നിങ്ങളെപ്പോലെ എപ്പോഴും കടം വാങ്ങുന്ന, അതും തിരിച്ചടയ്ക്കാൻ ഒന്നുമില്ലാതെ കടം വാങ്ങുന്ന ഒരു സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ മോദി നിർദ്ദേശിക്കുന്നത് ഉപഭോഗമല്ല നിക്ഷേപം. പണം സ്വർണമായി വീട്ടിലിരുന്നാൽ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമില്ല. ആ പണം നിക്ഷേപത്തിലോ വിപണിയിലോ നിക്ഷേപിക്കപ്പെട്ട ആ വ്യവസായങ്ങൾക്കും തൊഴിലിനും ഉപകരിക്കും. ഇത് തിരിച്ചറിയാത്ത ആളല്ല ഐസക്. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം അത് മറച്ചു പിടിക്കുന്നു, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ. മോദി വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞതിനെ ഐസക് കാലത്തെ മുരടിപ്പുമായി താരതമ്യം ചെയ്യുന്നു. ഇതിലും വലിയ വിഡ്ഢിത്തം വേറെയുണ്ടോ? പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം വരുമ്പോൾ ക്രൂഡ് ഓയിൽ വില ഏത് നിമിഷവും വർദ്ധിക്കും.
ഇപ്പോൾ ഇന്ന് തന്നെ വർദ്ധിക്കാനുള്ള സാഹചര്യം അവസ്ഥയും ഇഷ്ടംപോലെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കിയാൽ രാജ്യത്തെ ഇന്ധന ഉപഭോഗം ഗണ്യമായി കുറയും. ഇത് ഇറക്കുമതി ചെലവ് കുറയ്ക്കുകയും അതുവഴി രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. തീർന്നില്ല, ഐസക് പറയുന്നത് ഇത് സാമ്പത്തിക മുരടിപ്പുണ്ടാക്കും എന്നാണ്. എന്നാൽ ഈ IT മേഖലയിലും മറ്റും വർക്ക് ഫ്രം ഹോം വന്നാൽ പ്രവർത്തന ചെലവ് കുറയുകയാണ്. നിർബന്ധിതമായി അടച്ചുപൂട്ടിയതും യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനം ലാഭിക്കാനായി സ്വയം തീരുമാനിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണത്തിൽ 65% ഹ്രസ്വകാല വായ്പകളാണെന്നും അത് കാറ്റ് പോലെയുള്ള ബലൂണാണെന്നുമാണ് ഐസക്കിൻ്റെ വാദം. ഇവിടെയാണ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പൊതുജനത്തെ കഴുതകളാക്കുക എന്നൊക്കെ പറയില്ലേ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ നമ്മുടെ RBI കൈകാര്യം ചെയ്യുന്ന 690 ബില്യൺ ഡ്രൈവിൻ്റെ ശേഖരം വെറും ഊഹക്കച്ചവടക്കാരുടെ പണമല്ല. അതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ FDI, സ്വർണ്ണ ശേഖരം, SDR എന്നിവയെല്ലാം ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നത് ദീർഘകാല നിക്ഷേപങ്ങളാണ്. ആപ്പിൾ, സാംസങ്, ടെസ്ല തുടങ്ങിയ വമ്പന്മാർ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങുന്നത് ഐസക് പറയുന്ന ഊഹക്കച്ചവടം വിശ്വസിച്ചിട്ടല്ല. ഇനി 1991 2026 തമ്മിലുള്ള ആ അന്തരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി തരാം. 1991 ഇന്ത്യയുടെ പക്കൽ വെറും 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് വേണ്ടിയുള്ള പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 10 മുതൽ 12 മാസം വരെയുള്ള ഇറക്കുമതിക്ക് ആവശ്യമായി കരുത്തുണ്ട്. ഈ വ്യത്യാസം കാണാതെയാണ് ഐസക് പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഐസക് കമ്മ്യൂണിസ്റ്റ് ചൈനയുമായുള്ള താരതമ്യം ചെയ്തു. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ കയറ്റുമതിയിൽ അധിഷ്ഠിതമാണെന്ന് ശരിയാണ്. എന്നാൽ ചൈന ഇപ്പോൾ നേരിടുന്ന റിയൽ എസ്റ്റേറ്റ് തകർച്ചയും ബാങ്കിങ് പ്രതിസന്ധിയും ഐസക് കാണുന്നില്ലേ? മാത്രമല്ല, അവർ കമ്മ്യൂണിസമല്ല, അവിടെ പക്കാ ക്യാപിറ്റലിസമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വിപണി വളരെ ശക്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തിയുള്ള രാജ്യം ഇന്ത്യയാണ്. ജനാധിപത്യ രാജ്യമാണ്, ക്യാപിറ്റലിസം അല്ല. അപ്പോൾ ആ കരുത്തിലാണ് മോദി വിശ്വസിക്കുന്നത്. പെട്രോൾ നികുതി കുറയ്ക്കണമെന്ന് ഐസക് ആവശ്യപ്പെടുന്നു. കേൾക്കുമ്പോൾ നല്ല കാര്യം എന്നൊക്കെ തോന്നും. പക്ഷെ ആരാണത് പറയുന്നത്? കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 3 തവണയാണ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചത്. എന്നാൽ BJP ഇതര സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാൻ തയ്യാറായോ? കേരളത്തിൽ പിണറായി സർക്കാർ ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണോ? കേന്ദ്രം കുറയ്ക്കുമ്പോൾ സംസ്ഥാനം കൂട്ടി ലാഭം കൊയ്യുന്ന നയമാണ് ഐസക്കിൻ്റെ പാർട്ടി സ്വീകരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ മോദിക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ കേരളത്തിന് അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഈ 106 രൂപയൊന്നും പെട്രോളിന് ലിറ്ററിന് ഇവിടെ വേറൊരു സംസ്ഥാനങ്ങളിലും വിലയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. യുദ്ധം ദീർഘകാലം നീണ്ടു നിന്നാൽ ആഗോള വിതരണ ശൃംഖല അഥവാ നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ തകരും. ഷിപ്പിംഗ് ചാർജുകൾ കൂടും. ആ സമയത്ത് രാജ്യം തകരാതിരിക്കാനായി ജനങ്ങളെ മാനസികമായി തയ്യാറെടുപ്പിക്കുകയാണ് അദ്ദേഹം. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, ഇറക്കുമതി കുറയ്ക്കണം. അപ്പോൾ ഈ ആത്മനിർഭർ ഭാരത് എന്ന നയം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഐസക്കിനെ പോലെയുള്ളവർ ഭയപ്പെടുന്നത് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കുമെന്നാണ്. 2008 ആഗോള മാന്ദ്യത്തിലും ആധുനിക കാലത്തും ലോകം മുഴുവൻ തകർന്നപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു. ഇത്തവണയും അത് സംഭവിക്കും. ഐസക് പറയുന്നത് പോലെ സമ്പദ് വ്യവസ്ഥ കാറ്റുപോയ ബലൂണല്ല, മറിച്ച് ഏത് കാറ്റിലും ഉറച്ചു നിൽക്കുന്ന ഒരു ഹിമാലയമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. ഒരു കാര്യം ഓർക്കുക, സാമ്പത്തിക ശാസ്ത്രം എന്നത് വെറും പുസ്തകത്തിലെ സിദ്ധാന്തങ്ങളല്ല, അത് പ്രായോഗികമായ ഭരണതന്ത്രമാണ്. കേരളത്തെ ഐസക് ഭരിച്ച രീതിയും ഭാരതത്തെ മോദി ഭരിക്കുന്ന രീതിയും ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. താരതമ്യം ചെയ്യാനുള്ള യോഗ്യത പോലുമില്ല. അപ്പോൾ ഒരു വശത്ത് കടക്കെണിയും നിക്ഷേപമില്ലായ്മയും പണപ്പെരുപ്പവും, മറുവശത്ത് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന, ലോകരാജ്യങ്ങൾ ആദരവോടെ നോക്കുന്ന ഒരു ഇന്ത്യ. അപ്പം നിങ്ങൾ ആരെ വിശ്വസിക്കണം? ഐസക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെയാണോ, അതോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുൻകൂട്ടി കരുതലുകൾ എടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ? ഇന്ത്യ എന്ത് തന്നെ ആയാലും സുരക്ഷിതമാണ്, അത് നിങ്ങൾക്കും അറിയാം. ഐസക്കിനെ പോലെയുള്ളവർ രാഷ്ട്രീയമായി നിലനിൽക്കാൻ ഇത്തരം നുണകളൊക്കെ പ്രചരിപ്പിച്ചേ മതിയാകൂ. വസ്തുതകൾ തിരിച്ചറിയുന്ന ഒരുപാട് പേർ ഈ ഭാരതത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും കാണാം. നന്ദി.